അപ്പോൾ ഗൈസ് നമ്മുടെ ഗോകർണ ട്രാവൽ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ലാസ്റ്റ് നൈറ്റ് നമ്മളിതാ ഇവിടെ ഈ ഒരു കോട്ടേജസിൽ നിന്നിട്ട് നമ്മൾ ഗോകർണയിൽ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗോകർണയത്തെ ഫേമസ് ആയിട്ടുള്ള 4 ബീച്ചസുകൾ കണ്ടു. കുഡ്ലെ ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച്, പിന്നെ ഏത് ഓം ബീച്ച്. അങ്ങനെ ഒരു 4 ബീച്ചസ് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ ട്രക്ക് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ അറിയുമ്പോൾ ഇനി ഇവിടെ അടുത്ത മെയിനായിട്ട് കാണാനുള്ള സ്പോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിർജാം ഫോർട്ടും യാന കേവ്സും കേട്ടോ. അപ്പോൾ ഇനി ആദ്യം നമ്മൾ മിർജാം ഫോർട്ട് പോകും, പിന്നെ യാന കേവ്സ് പോകും. യാന കേവ്സും ഏകദേശം നേരെ പോയ പോലെ തന്നെ ട്രെക്കിംഗ് ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ആദ്യം ഇനി നമ്മളിപ്പോൾ ഈ ഒരു കുഡ്ലെ ബീച്ചിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കുഡ്ലെ ബീച്ചിൽ നിന്ന് നമ്മൾ ഗോകർണയുടെ മെയിൻ ബീച്ചിലേക്ക് എത്തണം. അത് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറോളം അടുത്ത് ഗൂഗിൾ മാപ്പിൽ നടക്കാണ്ട് എന്ന് കാണിക്കണത്. 1 മണിക്കൂറോളം നടക്കാണ്ടെന്ന് കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഗോകർണ ടൗണിൽ നിന്ന് പിന്നെ റെൻറ്റ് ബൈക്ക് എടുത്തിട്ട് നമ്മൾ മിർജാം ഫോർട്ട് യാന കേവ്സിക്കൊക്കെ കവർ ചെയ്യാണ് ചെയ്യുക. പട്ടാപകലേ ഒരാളെ 2 ആൾക്കാർ കടന്ന് പീഡിപ്പിക്കും. നോക്ക് എന്താടാ പോയി, എന്താടാ അത് അടുത്ത ആള്. ഇപ്പോൾ സമയം 7:15 കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ തന്നെ കുറച്ച് ലേറ്റായിട്ട് ചെക്കന്മാരെ നീക്കായിട്ടേ നല്ല വെയിൽ കൊണ്ടിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് രാവിലേക്ക് നേരത്തെ വെച്ചിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ വെയിൽ കൊള്ളാതെ ആ ഒരു ഗോകർണ മെയിൻ ബീച്ചിലേക്ക് എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ അതും വെയിൽ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരും ഫ്രണ്ട് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ. ഇപ്പോഴത്തെ ബീച്ച് അടിക്കാണ്. ഇത് കുഡ്ലെ ബീച്ചാണ്. നമ്മൾ ആ ഒരു മലയുടെ ഇടയിൽ കൂടെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മൾ ഇന്നലെ ഈ ഒരു കുഡ്ലെ ബീച്ചിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഈ കാണുന്നത്. ആ ഒരു മഞ്ഞ മതിൽ കണ്ടോ, അതിൻ്റെ അവിടെ നിന്ന് ഇടയിൽ കൂടെ റോഡുണ്ട്. അതിൻ്റെ ഇവിടെ ഈ ഒരു പച്ച കളറൊക്കെ ഉള്ള ഓരോ കോട്ടേജസ് അതൊക്കെ സ്റ്റേ തന്നെ കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ ഇന്നലെ അവരോട് സ്റ്റേ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ എന്തോ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുക അതുകൊണ്ട് അപ്പോൾ അവിടെ ഇല്ല പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് നടക്കുക ചെയ്ത്. അപ്പോഴാണ് മറ്റേത് കിട്ടിയത്. ഇതാ ഈ ഒരു റൂട്ട് ഇങ്ങനെ മേലേക്ക് കയറി പോണതാ. ആ റൂട്ട് കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ റോഡല്ലാതെ പിന്നെ വേറൊരു വഴിയില്ല അത്ര ഇങ്ങോട്ട് വരാൻ. ഒന്നാമത് ഇപ്പം നമ്മൾ ഈ ഗോവയിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ ഗോവയിൽ പറയുമ്പോൾ ബീച്ചസ്ക്കൊക്കെ നമുക്കിങ്ങനെ വണ്ടി കൊണ്ടൊക്കെ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ കുഡ്ലെ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോകണം. പിന്നെ ഓം ബീച്ച് വരുവാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് കിട്ടും. പക്ഷെ അതൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് ഇങ്ങനെ വരാണ്ട്. ഫുള്ളൊരു ഹിഡനായിട്ടുള്ള ബീച്ചസാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉൾക്കൊള്ളണമെന്നില്ല. എനിക്ക് തോന്നുന്നു അതാണ് ഇവിടെ ആൾക്കാർ കമ്മി തോന്നുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾക്കൊരു അമ്പലം കാണിച്ചു തന്നില്ലേ, ഈ ഒരു കുഡ്ലെ ബീച്ചിലേക്ക് ഒരു ലെഫ്റ്റ് തിരിച്ചിട്ട് പോകുന്ന ഒരു റൂട്ട്. ആ ഒരു അമ്പലട്ടപ്പം എൻ്റെ പിന്നിൽ ഇപ്പോൾ ഞങ്ങൾ നടന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു അടിപൊളി ഒരു ബീച്ചിൻ്റെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ. ഓക്കെ, ഈ ബീച്ച് കുഡ്ലെ ബീച്ചല്ല കേട്ടോ. ആ കാണുന്നത് ഗോകർണ മെയിൻ ബീച്ചാണ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അവിടെ ഒരുപാട് ബോട്ട് കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് നമ്മൾ അതിൽ കൂടെയാണ് കയറിയത്. ഇതിലങ്ങനെ ലോങ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഈ കാണുന്നതാണ് ആ ഒരു അമ്പലം. നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ട അമ്പലമാണിത്, കണ്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു ഗോകർണയുടെ മെയിൻ ബീച്ചിൻ്റെ എൻട്രിയുടെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ നമ്മളൊരു 7:15 തുടങ്ങിയ നടത്തം ഇപ്പോൾ 8:45 അപ്പോൾ അതിൻ്റെ ഈ പിന്നിൽ കാണുന്ന ഇതാട്ടോ ഗോകർണയുടെ മെയിൻ ബീച്ച്. നമ്മുടെ നാട്ടിൽ ഈ ഫ്രോൺസൊക്കെ ഫുള്ള് മോഡിഫൈ ചെയ്ത് കിടക്കുന്ന വണ്ടിയാണ്. അതിന് നല്ല ഫാൻസ് ക്ലബ്ബൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇവിടെ ആ വണ്ടിയൊക്കെ ടാക്സിയാണ്, കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ ഇന്നലെ ഈ ഒരു ഷോപ്പിൽ തന്നെയായിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ ഇന്നും അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത്യാവശ്യം നല്ല ഫുഡാണ്. അപ്പോൾ കഴിച്ച് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കഴിച്ച ഒരു ഹോട്ടലിൽ തന്നെ കഴിച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഇവിടുത്തെ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചിട്ടാണ്, ഇനി ഞങ്ങൾ ആദ്യം കവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിർജാം ഫോർട്ടാണ്. അപ്പോൾ ഈ ഒരു മിർജാം ഫോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ ഒരു ലഗേജൊക്കെ പാടി വെച്ച് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു എന്താ പറയുക ഗോകർണയുടെ മെയിൻ ബീച്ചിൻ്റെ അവിടെ ഒരുപാട് റെൻറ്റ് ബൈക്ക് കിട്ടുന്ന ഷോപ്പുകളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഇന്നത്തെ ദിവസം പറയുന്നത് ഈ മിർജാം ഫോർട്ടും പിന്നെ യാന കേവ്സ് കണ്ടു കഴിഞ്ഞാൽ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന് രാത്രിക്ക് ഗോവയ്ക്ക് പോകേണ്ടതാണ്. അപ്പോൾ ട്രെയിന് കിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ബസ് ഉണ്ടാവില്ല നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് സ്റ്റേ അടിച്ചിട്ടുള്ള ഹോട്ടലുണ്ടല്ലോ,
ഹോട്ടലല്ല, ഒരു കോട്ടേജ്. ആ കോട്ടേജിലത്തെ ആൾക്ക് വിളിച്ചപ്പോൾ അയാളോട് ചോദിച്ചു ഞങ്ങൾ അവിടെ റെൻറ്റ് ബൈക്ക് കിട്ടുന്ന സ്ഥലം ഉണ്ടോന്ന്, ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് അവിടെ ഇല്ല, പക്ഷേ നമുക്ക് അവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇത്ര ഇവിടെ ഈ ഒരു റെൻറ്റ് ബൈക്ക് കൊടുക്കുന്നത് ഈ ഗോകർണയുടെ ബീച്ച് സൈഡിൽ, മെയിൻ ബീച്ചിൻ്റെ അവിടെ. അപ്പോൾ ഈ ഒരു ഗോകർണയുടെ മെയിൻ ബീച്ചിൽ നിന്ന് അങ്ങോട്ട് 2 കിലോമീറ്റർ ഉണ്ട്, 8 മിനിറ്റ് നടക്കാണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബൈക്ക് എടുത്തിട്ട് നമ്മുടെ ബാഗൊക്കെ ഇന്നലെ അടിച്ച സ്റ്റാൻഡ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇന്ന് ഫുള്ള് കറങ്ങി നൈറ്റ് ആ ഒരു ഹോട്ടലിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി, ഇവർ ബൈക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളും പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കട്ടോ. ഇബാനി എന്നാണ് ഓരോ റെൻ്റൽ ബൈക്കിൻ്റെ ഒരു ഷോപ്പിൻ്റെ പേര്. ജസ്റ്റ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് നടന്നു പോകാനുള്ള വഴിയിൽ കാണിച്ചു തരുന്നുണ്ട് കറക്റ്റായിട്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇബാനി എന്നിട്ട പേര്. 450 ഒരു വണ്ടിക്ക് അവർ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ ബാഗ് കയറ്റേണ്ട ആവശ്യമില്ല. പിന്നെ സ്ഥലങ്ങൾ കണ്ടു വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇറങ്ങി പിന്നെ രണ്ടാമത് രാത്രിക്ക് ബസ് ഉണ്ടോയെന്നറിയില്ല, നമുക്ക് നേരെ അവിടെ പോയിട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളൊരു ബൈക്ക് റെൻ്റലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇബാനി ബൈക്ക് റെൻ്റൽ, കോൺടാക്ട് നമ്പർ കേട്ടോ. ഈ ഒരു ഗോകർണ മെയിൻ ബീച്ചിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ, അത്യാവശ്യം നടക്കാണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ. നമ്മൾ ഈ ബൈക്ക് റെൻറ്റിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലാക്ക് കളർ നമ്പർ പ്ലേറ്റ് കണ്ടോ, അത് നോക്കിയെടുക്കണം. ചിലവരുണ്ടാവും ഇവിടെ സാധാ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള വൈറ്റ് നമ്പർ പ്ലേറ്റ് തരുന്നു, അതാകുമ്പോൾ നമുക്ക് അഥവാ പോലീസ് എങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഇങ്ങനത്തെ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് ഇത് റെൻറ്റ് വണ്ടിയാണെന്ന് അറിയും. ഈ ഗോവയിലൊക്കെ അങ്ങനെ കുറേ ടീംസുകളുണ്ട്, പണി കിട്ടാനായിട്ട് നടക്കും. വെറുതെ പള്ളി പഠിക്കണ്ട, നോക്കുമ്പോൾ അതേപോലെ ബ്ലാക്ക് കളർ നോക്കിയെടുക്കുക. അപ്പോൾ ഗൈസ് അങ്ങനെ ബൈക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ആക്റ്റീവയും പിന്നെ ഡിയോയും പിന്നെ ഒരു ഡിയോ, അങ്ങനെ 3 ബൈക്കാണ് നമ്മൾ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. റെൻറ്റിന് എടുക്കുമ്പോൾ ആദ്യം ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ആയിട്ടൊരു വീഡിയോ എടുത്ത് വെക്കട്ടോ, അത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഹെൽമെറ്റ് നമ്മളിപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഒറ്റ ഹെൽമെറ്റ്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒരു മിനിറ്റ്, പിന്നെ നമ്മുടെ നാട്ടിലാണ് ഹെൽമെറ്റിൻ്റെ ബാക്കിലേക്ക് വെക്കുന്നത്, ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു വണ്ടിക്ക് എത്ര വെച്ചിട്ടാ 100 കേട്ടോ, അല്ല 100 അല്ല 400, ഒരു വണ്ടിക്ക് 400. പിന്നെ ഇവിടെ ആക്സസ് ഉണ്ട്, ഇവിടെ ആക്സസിന് ഒരു 600 റേറ്റ് ഇടുന്നത്. ആക്സസ് കുറച്ചേ കുടിക്കുന്നുള്ളതുകൊണ്ട് തോന്നുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ വണ്ടി എടുത്തിട്ടോ അവിടുന്ന്. ഇനി നമ്മൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ചു പോകണം. ഈ നടന്നതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് തിരിച്ചു പോകണം. ഇവിടുന്ന് ഇനി ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇന്നലെ എടുത്ത റൂമിൻ്റെ അങ്ങോട്ട് പോയിട്ട് ബാഗ് വെച്ചിട്ട് പിന്നെ അവിടുന്ന് മിർജാം ഫോർട്ട്, യാന കേവ്സ് കാണാൻ പോകണം. വണ്ടിയിൽ എണ്ണ ഒന്നുമില്ല കേട്ടോ, ഫുൾ നമ്മളിനി ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് എണ്ണ അടിക്കണം. അവരെന്താണെന്നാ ആക്സസ് തരാം. എനിക്ക് തോന്നുന്നത് അതിൽ മൈലേജ് നല്ല കിട്ടണോണ്ടാ തോന്നുന്നു, അറിയില്ല. ആക്സസ് കണ്ടിട്ട് പിന്നെ അതൊരു പുത്തൻ വണ്ടിയാണ്, അതിന് 600 റുപ്യ ആവുമെന്നും പറഞ്ഞത്. ആ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയിട്ടോ, ഇന്ത്യൻ ഓയിലാണ്. അതിനിട്ട് ചാമ്പല്ലേ. ഇവിടെ എത്രയാടാ? 104. അപ്പോൾ ഗൈസ് അങ്ങനെ വണ്ടിയിലാണ് എണ്ണ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ ഈ ഒരു ബാഗ് നമ്മൾ ഇന്നലെ എടുത്ത റൂമിൽ വെക്കണം. അത് ഇവിടുന്ന് ഇതാ 7.6 കിലോമീറ്റർ 12 മിനിറ്റാണ് കാണിക്കണത്. ഇനി ഇത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ മറ്റോടത്തേക്ക് പോവുക ചെയ്യാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ചിരുന്ന കോട്ടേജസ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഗേജ് ഫുള്ള് അവരുടെ ഒരു ചെറിയൊരു സ്റ്റെയർ കേസ് ഉണ്ട്, അതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അയാൾക്ക് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് അയാൾക്ക് ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ റിവ്യൂവിൽ എല്ലാവരും ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ട് കൊടുത്താൽ മതി, അയാൾ ചെയ്തുതരാൻ പറഞ്ഞു. അയാൾക്ക് അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവും ചെയ്യും, അങ്ങനെ ചെയ്യട്ടെ, നമുക്ക് എന്തായാലും ഹെൽപ്പ് തന്നല്ലേ. പിന്നെ ഈ വണ്ടി നമുക്ക് വരുമ്പോൾ ഇവിടെ തന്നെ വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ ലൈസൻസ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴത്തേന് അവരിവിടെ കൊടുന്നു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇവിടുന്ന് നമ്മൾ പോകുന്നത് മിർജാം ഫോർട്ട് കേട്ടോ. മിർജാം ഫോർട്ടിക്ക് ഇവിടുന്ന് 14 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി മിർജാം ഫോർട്ടിക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. പിന്നെ ഞങ്ങൾ പമ്പിൽ നിന്ന് 100 റുപ്യക്കാട്ട് അടിച്ചത്. അത് ഇനി ഈ റോഡ് ഫുള്ള് ഒരു ഫോറസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ടേ ബ്ലാക്ക് കേട്ടോ, ബ്ലാക്ക്.
അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടോ. ഫസ്റ്റ് നമ്മൾ മിർജാം ഫോർട്ട് പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ മിർജാം ഫോർട്ട് ചേഞ്ച് ചെയ്തിട്ട് ആദ്യം യാന കേവ്സിക്ക് മാറ്റിയിട്ടോ. കാരണം ഈ മിർജാം ഫോർട്ട് പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ലാഗ് ആവുന്ന ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് പോകാണ്ട് അങ്ങോട്ട്. പിന്നെ ഞങ്ങൾ പമ്പിൽ നിന്ന് 100 രൂപയ്ക്കായിട്ട് എണ്ണ അടിച്ച്. പിന്നെ ഈ യാന കേവ്സിക്ക് വരുമ്പോൾ ഫുള്ള് ഫോറസ്റ്റ് ടൈപ്പ് ഏരിയയാണ്. അപ്പോൾ പമ്പുകളൊന്നും ഈ അടുത്തില്ല. അപ്പോൾ അത് ഇവിടെ ഒരു ഷോപ്പ് കയറിയിട്ടേ അവിടെ ബ്ലാക്കിന് പെട്രോൾ അടിച്ചിരിക്കുക. ഒരു ജീവമില്ലാത്തൊരു പട്ടിക്കണോ ചൗക്കിളി പറ്റി. ബ്ലാക്കിന് 1 ലിറ്റർ 130 റുപ്യ കേട്ടോ. ഇവിടെ 130. എടുത്ത് അവിടെ കൊണ്ടുവച്ചോക്കെ. പെട്രോളൊന്നും അല്ല കേട്ടോ. ആ കഴിക്കണ്ട്. രണ്ടും ഒരേ കളറില്ലേ? ഇനിയിപ്പോ പെട്രോൾ നായ കൊടുക്കാൻ വിചാരിക്കോ? അങ്ങനെ ഫൈനലി ഇത് നമ്മൾ യാന കേവ്സിന് അവിടെ ഇറങ്ങിയിട്ട് അതിൻ്റെ എൻട്രിയുടെ ആ ഒരു ഭാഗത്താണ്. ഇപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുപ്പി കയറ്റൂല. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കൊണ്ടുപോകല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റൂല. പിന്നെ അതാ ഈ ഒരു കാണുന്നതാട്ടോ ഇതിൻ്റെ എൻട്രി. ഇവിടെ അങ്ങനെ ഇതിനെ പറ്റിയിട്ട് കുറേ ചരിത്രമുണ്ട് യാന കേവ്സിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെയിൻ എൻട്രിയിൽ നിന്ന് ഇതാ ആ ഒരു യാന കേവ്സിൻ്റെ അടുത്തേക്ക് ഒരു 1/2 കിലോമീറ്റർ കൊടുത്തു കേട്ടോ. അപ്പോൾ കൂടുതൽ അങ്ങനെ നടക്കാനൊന്നുമില്ല. ഒരുപാട് നടക്കാനുള്ളതൊക്കെ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ 1/2 കിലോമീറ്റർ തൊട്ട് നടക്കാനെന്ന് പറഞ്ഞാൽ അവർ. പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് 10 റേറ്റ് വരുന്നത്. ഏയ് അരെ ബായ് ക്യാമറ ആണ് ഓടുക. ഓരെന്താ മിസൈലാ വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു യാന കേവ്സിൻ്റെ മുമ്പിൽ എത്തിയിട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു യാന കേവ്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ കർണാടകയിലെ ഉത്തര കന്നഡ എന്നുള്ള ജില്ലയിൽ യന എന്നുള്ളൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ ഒരു യന എന്നുള്ള ഈ ഒരു ഗ്രാമം നമ്മുടെ ഇന്ത്യയിലെ സെക്കൻഡ് ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടുന്നതും കർണാടകയിലെ ഫസ്റ്റ് ക്ലീനസ്റ്റ് വില്ലേജ് എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ യാനയിൽ 2 പ്രധാനപ്പെട്ട കല്ല് രൂപങ്ങളാണുള്ളത്. ഒന്ന് നല്ല ഉയർന്നതായിട്ടുള്ള ഭൈരവ ശിഖര എന്ന് വിശേഷിപ്പിക്കുന്നതും 2 മോഹിനി ശിഖര എന്ന ചെറിയ ഒരു കല്ല് രൂപത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എൻട്രി ഭാഗത്ത് അവർ എഴുതിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ വെള്ളം കുപ്പി കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റൂല എന്ന്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് തണുത്ത വെള്ളം കിട്ടുന്ന സ്ഥലം ഇട്ടത് കറക്റ്റ് ഈ ഒരു കേവ് ഇതിൻ്റെ അടിയിലായിട്ടുണ്ട്. യാന കേവ്സിൻ്റെ അടിയിൽ തന്നെയാണ്. പിന്നെ ഇവിടെ ചെറിയൊരു ക്ഷേത്രം അങ്ങനെ എന്തോ ഒന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തുക. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാം. ഞങ്ങളിനി ഇതാ ഇതിൻ്റെ പിന്നിലൊരു ടെമ്പിൾ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റൂല. ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റൂല എന്നാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഈ കേവ്സിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി കേട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ഈ ഒരു യാന കേവ്സിൻ്റെ അവിടെ തിരിക്കുക കേട്ടോ. സമയം 12:40. അപ്പോൾ ഇനി മിർജാം ഫോർട്ട് കൂടി നമുക്ക് അറിയാനുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത് ഒരുപാട്
ഇങ്ങോട്ട് ട്രക്കിംഗ് ആയിട്ട് വരാണ്ട് എന്നൊക്കെ ഇന്നലത്തെ പോലെ. പക്ഷെ അത്രക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഉള്ളല്ലോ. അപ്പോൾ വേഗം നമുക്ക് എത്തിയിട്ട് കാണാൻ പറ്റും. പിന്നെ അമ്പലം ഒന്നും ഇങ്ങോട്ട് അമ്പലത്തേക്കാണ് കയറിയിട്ട് യാന കേവ്സിക്കാണ് കയറും. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വരിക ചെയ്യുക. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കാണാമല്ലോ കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വവ്വാല് കാര്യങ്ങളൊക്കെ. നമ്മളെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ ഒരു ഇത് തോന്നും നമുക്ക്. എന്തായാലും രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതേ യാന കേവ്സിൻ്റെ എൻട്രി ഇടാതെ. അപ്പോൾ ഞങ്ങൾ യാന കേവ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി ഇവിടെ നിന്ന് അടുത്തത് മിർജാൻ ഫോർട്ടാണ്. മിർജാൻ ഫോർട്ടിക്ക് ഇവിടുന്ന് 25 കിലോമീറ്ററാണ് ഈ യാന കേവ്സിൽ നിന്ന് കാണിക്കണത്. ഇനി മിർജാൻ ഫോർട്ട് മറ്റേ വിഭൂതി വാട്ടർഫാൾ ഉണ്ടല്ലോ, വിഭൂതി തന്നെ തോന്നുന്നു, വിഭൂതി, അവിടെ പോകണില്ല കേട്ടോ. അവിടെ ഒന്നാമത് വെള്ളമൊന്നുമില്ല, ആകെ വെയിലൊക്കെ അല്ലേ, പിന്നെ വെറുതെ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി മിർജാൻ ഫോർട്ട് നമ്മുടെ ഗോകർണത്തെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഗൈസ് അങ്ങനെ യാന കേവ്സിൻ്റെ ആ ഒരു റോഡ് ഞങ്ങൾ ഇതാ തിരിഞ്ഞിട്ടോ. അപ്പോൾ അത് ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടുത്തത് നമ്മൾ മിർജാൻ ഫോർട്ടാണ്. മിർജാൻ ഫോർട്ടിക്ക് ഈ ഒരു ഹൈവേന്ന് 11 കിലോമീറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ മുമ്പ് ഒന്ന് പമ്പിൽ കയറാണ്ട്. ആകെ ഈ അവിടെ അടുത്ത് തന്നെ പമ്പ്. ഫുള്ള് ഈ ബൈക്ക് ഓടിച്ചിട്ട് ആകെ കണ്ണിലും മൂക്ക് ഒക്കെ പൊടിയാണ്. ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റപ്പ് ആവണം. പമ്പ് അടവാ അല്ലടാ, ഈ റെഡ് സാധനം വെച്ചിരിക്കണ്. ആരും കാണാനും ഇല്ല. അതറ മെഷീന് ഓഫാണ്. ഓക്കേ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഗൈസ് അങ്ങനെ ഫൈനലി ഇതാ മിർജാൻ ഫോർട്ടിൻ്റെ നേരെ മുമ്പിലെത്തിയിട്ടോ. കാണുന്നു സാധനം. ഞങ്ങളൊപ്പം ഒരു ആദ്യം എത്തിക്കും. ഞങ്ങൾ മുമ്പിൽ പോകുന്നുണ്ടേ വഴിയൊന്ന് മാറി. ഇപ്പം ഞങ്ങൾ റിട്ടേൺ പോകുന്നു. ഒരു 3 കിലോമീറ്റർ കുറേ ഫ്രണ്ടിക്ക് പോയി. ഞങ്ങൾ ഹൈവേ ആയതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ് പിടിച്ചു. ഇതട്ടോ, ഇതാണ് മിർജാൻ ഫോർട്ട്. ഇവിടെ മിർജാൻ ഫോർട്ടിലേ നമ്മൾ ഗോപറുണ്ട് അല്ല, ഇവിടെ മിർജാൻ ഫോർട്ടിൽ ക്യാമറയിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, അത്ര അലൗഡ് അല്ല അത്ര. അപ്പം ഇനി ക്യാമറ വണ്ടിയിൽ തന്നെ വെക്കാൻ വേണ്ടി വന്നിക്കുക. ഐഫോണിൽ മൈക്ക് കണക്ട് ചെയ്തിട്ടേ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ ഈ മിർജാൻ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ കുംത എന്നുള്ള ഒരു നഗരത്തിന് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഈ മിർജാൻ ഫോർട്ട് പണിതത് ചെന്ന ഭൈരദേവി എന്നുള്ളൊരു ഭരണാധികാരിയാണ്. അപ്പോൾ ഈ കോട്ടയുടെ പ്രത്യേകതകളിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഇവിടെ ഒരുപാട് രഹസ്യ കവാടങ്ങളുണ്ട്. പിന്നെ നല്ല ശക്തമായ മതിലുകളും അതിൻ്റെ കൂടെ നല്ല ആഴം കൂടിയ കിണറുകളും നമുക്ക് ഈ ഒരു മിർജാൻ ഫോർട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. കുറേ സ്ഥലത്തുണ്ട്. ഞങ്ങളൊന്നും ഇവിടെ കയറി വെക്ക. മറിക്കച്ചു എന്താണ് എൻ്റെ ഉള്ളിൽ? ഫ്ലാഷ് അടിച്ച വയനാട് ഇവിടെ നിന്ന് ഒരു കല്ലാണ് വീണ് നമ്മളെ ലോക്കാരും താട്ട അങ്ങനെ മിർജാൻ ഫോർട്ട് ഞങ്ങൾ കണ്ടു കേട്ടോ. മിർജാൻ ഫോർട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇല്ല. ഒന്നാമത് ഒരു മഴക്കാലത്തൊക്കെ ഉണ്ടാകുമ്പോഴാണ് അവിടെ കറക്റ്റ് ആ ഒരു ഗ്രീനറിയിൽ ഒന്നുകൂടി കാണാൻ രസം ഉണ്ടാവുക. പിന്നെ ഭയങ്കര വെയിലും അല്ല. ഞങ്ങൾ അവിടെ പോയിട്ട് കുറച്ചേരം ഇരുന്ന് കടന്നു. അല്ല അപ്പോൾ അവിടെ ഒന്നും നടന്നില്ല. ഇനി നമ്മുടെ ഗോകർണട നമ്മൾ ഉദ്ദേശിച്ച എല്ലാ ഭാഗങ്ങളും കണ്ടു കേട്ടോ. ഇപ്പോൾ സമയം 4:30 ആയി. ഈ 4:30 തന്നെ നമ്മളെല്ലാം കണ്ടു. ഇനി നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. അപ്പോൾ പോണ വഴി തന്നെയാണ് നമ്മുടെ ബാഗ് അവിടെ വെച്ചത്. അപ്പോൾ അത് എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. വേറെ ഒരു പരിപാടിയില്ല. തീരുമാനമായി വണ്ടിയുടെ എണ്ണയിന് എണ്ണോ ഇവിടുന്ന് ഈ പമ്പ് കുറെ ഉണ്ടോ? ഇല്ലടാ കഴിഞ്ഞേ നമുക്ക് പമ്പിക്ക് ത്രോ ചെയ്യാം. ഇതില് കുപ്പിയുണ്ട് ഇതല്ലേ ഹൈവേ അല്ലേ ത്രോ
ഇനി എന്താ കേറിയിരിക്കല്ലേ? ഓ എന്താ അതൊന്ന് റോട്ടി കേട്ടിട്ടേ കുറച്ചു അതിസാഹസിക നമ്മുടെ ഔട്ടാ. അതിസാഹസികമായി നമ്മുടെ അച്ചുവിന്റെ സ്കില്ലിലൂടെ 2 വണ്ടി മണി ഫ്രഞ്ച് അടിക്കരുത് കേട്ടോ. ആ നമ്പർ പ്ലേറ്റിന് അവിടെ ചവിട്ടിക്കോ. ഇങ്ങനെ പോവില്ലേ? ഇജ് അപ്പുറത്തെ സൈഡിൽ വന്നോക്കെ, ഈ സൈഡ് എടുത്ത് ഇതുമ്മ ചവിട്ടിയൊക്കെ. ഇതെന്ത് നിന്നെ ചാക്കി വെക്കേ? ആസിഫ് ഒരു പണി ചുമ കയറിക്കോ. ആസിഫ് അന്ന് അതൊരു ഫാസിൽ തിമ്മ കയറിക്കോ. ഫാസിൽ ആ കരക്കിലോനുള്ളൂ. എന്താടാ ഫോണിലടാ അതെന്താ മൂവാവാത്ത്? എന്നാ വെച്ച് ത്രിപ്പിള് കയറിക്ക. ആ ഫാസിലും ചവിട്ടിക്കോ. ആ ഫാസിൽ ചവിട്ടിയാ മതി. സ്പീഡ് പോ. കൂട്ട ചേർത്ത് തലയടിച്ചു കൊടുക്കട്ടോ. ഗുണ്ടിക്ക് പോണ് എളുപ്പല്ല ആസിഫേ. അന്നങ്ങോട്ട് വയ്ക്കോ. കളി സ്കില്ലല്ലേ? അയ്യോ പോയി അങ്ങോട്ട് പോയി. നീ പോയിക്കോ, നമ്മള് ജയിക്കാ. ഞങ്ങളെ പരിശ്രമം പരാജയപ്പെട്ടിട്ടോ. ഉന്തി കഴിഞ്ഞാൽ നീങ്ങണില്ല. അപ്പൊ നമ്മളെ ശബരി 3ാമത്തെ വണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കുപ്പിയിൽ എണ്ണ മേടിച്ചിട്ട് നടക്കാൻ. ഇവിടുന്ന് 5 കിലോമീറ്റർ ഉണ്ട് പമ്പക്ക്. അപ്പൊ ഇത്രയും നേരം ഉന്തി കഴിഞ്ഞാൽ മറ്റേ വണ്ടിത്തെ എണ്ണ കൂടി കഴിയും. അപ്പോൾ ഇപ്പോൾ ഇരുട്ടായിട്ട് കേട്ടോ. അപ്പം മിർജാഫൂർ ഞങ്ങൾ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ചായി നിന്നു. അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഗോവയ്ക്ക് പോകണ്ടേ. അപ്പോൾ ജനറൽ ടിക്കറ്റായിട്ട് എടുത്തിക്കണത്. ഇനി ഇവിടുന്ന് അടുത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ആ ഒരു റൂമിൽ പോയിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഒരു വണ്ടി അവിടെ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഗോവയ്ക്ക്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നലെ നമ്മൾ മേടിച്ചിട്ടുള്ള മിഞ്ഞാന്ന് രാത്രി അടി. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയായിട്ട് നമ്മൾ അന്ന് ബിരിയാണി കഴിച്ചത്. ഫസ്റ്റത്തെ ദിവസം നമ്മൾ എത്തിയില്ലേ, അവിടെ നിന്ന് തന്നെ ഇന്നും ഫുഡ് കഴിക്കണം. കാരണം ഇവിടുത്തെ ഫുഡ് കുഴപ്പമില്ല എന്ന് തോന്നി. സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്, ബിരിയാണി. സീൻ ഒരു ഫുൾ ബിരിയാണി കേട്ടോ. ഫുൾ ക്വാണ്ടിറ്റി നോക്ക് മക്കളെ നിങ്ങൾ. അതിലൊരു നാരങ്ങയും ഒരു പീഞ്ഞ. നൈസ്. ശരത്ത് എങ്ങനെയുണ്ട് പെടെ? അപ്പോൾ പൈസ അങ്ങനെ ഞങ്ങൾ ഫുഡ് കാര്യങ്ങൾ കഴിച്ചിട്ടോ. ഇനി ഞങ്ങൾ ബാഗ് ലഗേജ് വെച്ചുള്ള ഒരു കോട്ടേജിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. ഞങ്ങൾ 3 ആള് 3 ലഗേജും ഒറ്റ സ്കൂട്ടിമേട്ട് പോണേ. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് AI ക്യാമറയും ഒരു സൈഡ് പോലീസുകാരും കാര്യം. ഒരു അത് ഐറ്റികളെ പകരം ആപ്പ് കൂടെ ഒരു ഫോട്ടോ എടുത്തായിക്കല്ലോ. മൊത്തത്തിലൊരു 16 രൂപയുടെ ഫൈനായി. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ ലഗേജ് ഫുള്ള് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ട്രെയിന് 2:45 ട്രെയിന്. ഒരു 7:40 ഒരു മെമു ഉണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കൂടെ അങ്ങോട്ട് പോയിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ അതിൽ കയറിയാൽ മതിയെന്നൊക്കെ തോന്നി. പക്ഷേ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാൻ തീരെ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ 2:45 ഇവിടെ ഫ്രീ ആയിട്ട് ആളും ബഹളമൊന്നുമില്ല. സുഖമായിട്ട്
വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കവർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റ് ബൈക്ക് എടുത്തിട്ട് മിർജാം ഫോർട്ട്, യാന കേവ്സ്, ഇത് രണ്ടാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ ഇതൊക്കെ വരാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ മഴക്കാലത്താണ് നിങ്ങൾ വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു വാട്ടർഫാളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ ഞങ്ങൾ പോയിട്ടില്ല. ആ വാട്ടർഫാൾ കൂടി നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. കാരണം അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർഫാളാണ്. അപ്പോൾ അതാ ചെക്കന്മാരൊക്കെ ഫുള്ള് കടന്നുറങ്ങും കേട്ടോ. ഇന്ന് രാവിലെ നേരത്തെ നീച്ചുകൊണ്ടേ കേട്ടോ. അൻസില കിടക്കണു, മറ്റോ അവിടെ ഇരിക്കണു, പിന്നെ അതിൻ്റെ ഉള്ളിൽ ബാക്കി കടന്നുറങ്ങുന്നുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അത് ചെയ്യണ്ട, ഒരുപാട് നടന്നതല്ലേ. ഫസ്റ്റത്തെ ദിവസം നടന്നു, രണ്ടാമത്തെ ദിവസം നടന്നു. ഇനിയിപ്പോൾ ഇന്ന് നേരെ ഗോവയ്ക്കാണ്. ഗോവയിൽ ഇനിയിപ്പോൾ നടക്കണോ കടക്കണോ എന്നൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റെൻ്റ് ബൈക്ക് അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ഓരോരുത്തരുടെയും കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് അവരെ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ പ്രൊമോഷനൊന്നുമില്ലേ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഓക്കെ ബൈ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.